ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ കെട്ടിട ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10:30 തദ്ദേശ മന്ത്രി എം.പി. രാജേഷ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കെ.പി.സി.സി നിർവാഹക സമിതി അംഗം സി.വി. ബാലചന്ദ്രൻ ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യും. ഹോം കെയർ ആവശ്യത്തിന് സൗജന്യമായി സംഭാവനയായി ലഭിച്ച വാഹനം സി.പി.ഐ.എം ഏരിയ സെക്രട്ടറി ടി.പി. മുഹമ്മദ് സഹയാത്രയ്ക്ക് കൈമാറും. സഹയാത്രാ സെക്രട്ടറി വാസുണ്ണി പട്ടാഴിയെക്കുറിച്ച് ഡോക്ടർ കെ. ജയരാജ് ചാലിശ്ശേരി തയ്യാറാക്കിയ ഞാൻ അങ്ങോട്ട് വരാം എന്ന പുസ്തകം സൊലസ് ഫൗണ്ടർ ഷീബ അമീറിന് നൽകി മന്ത്രി എം.പി. രാജേഷ് പ്രകാശനം ചെയ്യും. സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ സന്തോഷ് ഗീവർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.ആർ. കുഞ്ഞുണ്ണി, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ, പഞ്ചായത്ത് അംഗം ഫാത്തിമത്ത് സിൽജ, എസ്.കെ.എം തങ്ങൾ, ദിനേശൻ എറവനാട്, അജിയൻ ചാലിശ്ശേരി എന്നിവർ സംസാരിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പകൽ 3-ന് നടക്കുന്ന പുസ്തക ചർച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ഡോക്ടർ ശ്യാം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. രാജീവ് പള്ളൂരത്തി, ഷാജി തലോറ, മുസ്തഫ തോരപ്പ, കെ. രവീന്ദ്രൻ എന്നിവർ സംസാരിക്കും. തുടർന്ന് വാദ്യസദസ്സിൽ കലാമണ്ഡലം ചന്ദ്രന്റെ പഞ്ചവാദ്യവും മനോജ് കല്ലടത്തൂരിന്റെ തായമ്പകയും അരങ്ങേറും. നൃത്തസന്ധ്യയിൽ കോഴിക്കോട് ഡാൻസ് കമ്പനിയുടെ സൂഫി നൃത്തവും എടപ്പാൾ വിശ്വനാഥ് നയിക്കുന്ന സംഗീത നിശയും അരങ്ങേറും. 9,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 3 നിലകളിലായാണ് ചാലിശ്ശേരി കൂറ്റനാട് റോഡിൽ വട്ടത്താണിയിലാണ് പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇടയത്ത് വളപ്പിൽ സക്കീർ വാടകയില്ലാതെ നൽകിയ കെട്ടിടത്തിലാണ് 6.5 വർഷമായി സഹയാത്ര പ്രവർത്തിച്ചു വരുന്നത്. ആധുനിക ഉപകരണങ്ങളോട് കൂടിയ ഫിസിയോതെറാപ്പി യൂണിറ്റ്, സ്പീച്ച് തെറാപ്പി സെന്റർ, ട്രെയിനിംഗ് സെന്റർ, ഡേ കെയർ ഹാൾ, പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയാണ് പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ 15 പേർക്കുള്ള സൗജന്യ കിടത്തി ചികിത്സയും 10 ഒ.പിയുമാണ് ഒരുക്കിയിട്ടുള്ളത്. രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ 30 പേർക്ക് കിടത്തി ചികിത്സ സാധ്യമാകും. പത്രസമ്മേളനത്തിൽ സഹയാത്രാ പ്രസിഡന്റ് വി. ബാലകൃഷ്ണൻ, കെട്ടിട നിർമ്മാണ സംഘാടക സമിതി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, കോഓർഡിനേറ്റർ ടി.എ. രണദേവ, സി. പ്രേമരാജൻ, ഒ. ഗോവിന്ദൻകുട്ടി എന്നിവർ പങ്കെടുത്തു. വി. ബാലകൃഷ്ണൻ നൽകിയ യൂണിവേഴ്സിറ്റി സ്ഥലത്താണ് 9,000 സ്ക്വയർ ഫീറ്റ് അതിൻ്റെ വിസ്തൃതിയിൽ ഇപ്പോൾ കെട്ടിടത്തിൻ്റെ 1ാം ഘട്ട പ്രവർത്തനം പൂർത്തീകരിക്കുന്നത്. മുകളിൽ ഒരു ഫ്ലോറ് കൂടി വരാനുണ്ട്, ഒരു ലിഫ്റ്റ് കൂടി വരാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് 1 വർഷത്തിനുള്ളിൽ മാറാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയായ ഒരേ സമയം കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നട്ടെല്ലിന് ക്ഷതം സംഭവിച്ച 30 ആളുകൾക്ക് അവിടെ സൗജന്യമായ കിടത്തി ചികിത്സയ്ക്ക് 10 പേർക്ക് ഒപ്പിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിൻ്റെ മറക്കല്ലിടത്തറഞ്ഞ് കഴിഞ്ഞു പണി തുടങ്ങി വെച്ചത് ജനുവരിയിലായിട്ടാണ് എൻ്റെ വർക്ക് തുടങ്ങി വെച്ചത്. അതായത് 2 വർഷത്തോളം വലിയ രീതിയിൽ ഉള്ള എല്ലാവരുടെയും ജീവിതം എന്താ പറയുക, ചാലിശ്ശേരി പറഞ്ഞവന് ഭാഷ പറഞ്ഞ പോലെ തന്നെ ചാലിശ്ശേരി, കുന്നംകുളം, കുട്ടനാട് പ്രദേശങ്ങളിലുള്ള ഒരുവിധം ആളുകളുണ്ട്. അതിൽ ഓരോ തൊഴിലാളികളുണ്ട്, അതുപോലെ ഭിന്നശേഷിക്കാരുണ്ട്, അതുപോലെ വ്യവസായികളുണ്ട്, അതുപോലെ എന്താ പറയുക വ്യാപാരികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അക്കമഴിഞ്ഞ സഹായം നമുക്ക് ഈ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരുടെയും പിന്തുണയോട് കൂടി തന്നെ ഇത്രയും വലിയൊരു കെട്ടിടം നമുക്ക് പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ് ഈ ജനുവരി. അപ്പോൾ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്ന് മാത്രം. പ്രത്യേക അധ്യയനം തന്നെ ലഭിച്ചിരിക്കുകയാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മിതിയെ സംബന്ധിച്ചിടത്തോളം. 100ഓളം വരുന്ന പെയിൻറ്റിംഗ് തൊഴിലാളികൾ 3 മണിക്കൂറുകളുണ്ട് ഒരു ദിവസം ഇന്ത്യ പെയിൻറ്റിംഗ് കംപ്ലീറ്റ് പൂർത്തിയാക്കി. ആ പെയിൻറ്റ് സപ്ലൈ ചെയ്ത കമ്പനി ബ്രിട്ടീഷ് പെയിൻറ്റ് എന്ന കമ്പനി, അവർ തന്നെ ഈ ആവേശവും തൊഴിലാളികളുടെ മുന്നോട്ടുള്ള അത്യുത്സാഹം കണ്ടിട്ട് പെയിൻറ്റ് വരെ വില കൊടുത്തിട്ടുണ്ട്. 2ാം ഘട്ടത്തിലും പുറത്ത് പെയിൻറ്റ് ചെയ്യുന്നതിനും അതേ ആവേശത്തോടുകൂടി തന്നെ 100ഓളം പേർ പങ്കെടുത്ത് 10 ദിവസം കൊണ്ട്. അതുപോലെ ഫ്ലോട്ടായി നമുക്ക് തന്നത് ഒരു വ്യക്തി ഇത് ഫ്രീ ആയിട്ട് തന്നെന്നറിഞ്ഞപ്പോൾ ടൈൽ തൊഴിലാളികൾ അവരുടെ സംഘടന നേരിട്ട് വന്ന് ഒരു ഫ്ലോർ കംപ്ലീറ്റ് ഒരു പൈസ ഇല്ലാതെ കൂലിയില്ലാതെ ചെയ്തു. അപ്പോൾ പൈസ കൂടാതെ അവർ വിയർപ്പും രക്തവും അലിഞ്ഞു ചേർന്നാണ് ഈ സഹയാത്രയുടെ.
അത് ഈ നാട്ടിലെ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ആവശ്യക്കാർക്ക് നിശ്ചയമായ സേവനം ലഭ്യമാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ പത്രസ്ഥാപനങ്ങളിലൂടെ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ട്രഷറാണ്. ഇത് ഞങ്ങൾ 2018 ഈ തുടക്കം കുറിച്ചത്. 2018 12/12/2018, അതായത് അന്ന് തൊട്ടുള്ള ട്രഷറാണ്. ഇപ്പോഴും അദ്ദേഹം ചെയ്യുന്നത്. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു. കണക്കുകളായാലും എല്ലാവരും ഓപ്പണാണ്. അതുകൊണ്ട് പണികളെല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഈ ഉദ്ഘാടനത്തിന് വേണ്ടി വയ്ക്കുകയാണ്. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.